ഇറാനുമേൽ അമേരിക്കയുടെ സൈനിക ആക്രമണം ഉടനുണ്ടാകുന്നു. ഒടുവിൽ ആ വലിയ ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു സമയപരിധി വെച്ചിരിക്കുകയാണ്. അടുത്ത 10 ദിവസത്തിനകം ഇറാന്റെ കാര്യത്തിൽ താൻ ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം ലോകത്തെ ആകെ വീണ്ടും ഉദ്വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും മുൾമുനയിലാകുകയാണ്. നമുക്കറിയാം, മുൻപ് ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ജൂണിലായിരുന്നു. ഇറാനെ അടിക്കണോ വേണ്ടയോ എന്നത് 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന്റെ 3-ന്റെ അന്ന് അടിക്കുകയും ചെയ്തു. ഇപ്പോൾ ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന യോഗത്തിലാണ് തന്റെ പതിവ് ശൈലിയിലുള്ള ഈ ഭീഷണി ട്രംപ് മുഴക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അമേരിക്കയുടെ വഴിക്ക് വന്ന് ഇറാൻ ഒരു പുതിയ കരാറിന് തയ്യാറാകണം. അതിന് അവർ തയ്യാറായാലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് പ്രശ്നമില്ല. എന്നാൽ ഇറാൻ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ ഭീഷണിയുടെ അടിസ്ഥാന കാരണം തന്നെ നമുക്കറിയാം, ഇറാന്റെ ആണവ പദ്ധതികൾ തന്നെയാണ്. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം സ്വന്തമാക്കാൻ അമേരിക്ക അനുവദിക്കില്ല എന്ന് തന്നെയാണ് ട്രംപ് ആവർത്തിക്കുന്നത്. അവരുടെ പക്കൽ ആണവായുധം ഉണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. മുഴുവൻ മേഖലയുടെയും സ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്താൻ ഇറാനെ അനുവദിക്കില്ല എന്ന അമേരിക്കയുടെ ഈ ഒരു പ്രഖ്യാപനം വലിയൊരു രാഷ്ട്രീയ നാടകത്തിന്റെ തുടക്കമാണോ അതോ യഥാർത്ഥ യുദ്ധത്തിലേക്കുള്ള കാൽവെപ്പാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം എണ്ണവില വർധനവിലൂടെ ഇന്ത്യയുടെ സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെന്ന് നാം ഓർക്കുക. അത് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. യുദ്ധത്തിന് വേണ്ടി കൊടുമ്പിരി കൊള്ളുന്നവർ. ചുരുക്കത്തിൽ ട്രംപ് നൽകിയിരിക്കുന്ന ഈ 10 ദിവസത്തെ സമയം പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ സാമ്പത്തിക സമാധാന ഭാവിയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. ഒരു യുദ്ധമുണ്ടാകുമോ അതോ ഒരു പുതിയ കരാർ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ന്യൂസ് ഡെസ്ക് മലയാളം.